ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കണ്ടൻറ്റായിട്ട് വന്നു. ഇതിന് മുന്നത്തെ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടൻറ് ക്രിയേഷൻ ജേണി തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം വീഡിയോസ് വരും. അങ്ങനെ ഒന്നും വന്നില്ല. ഒരു ക്യാമറ വാങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് മെമ്മറി കാർഡ് വന്നു. അപ്പം മെമ്മറി കാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സർജാപൂർ റോഡ്. ഈ കാർമറാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തുള്ളൊരു ലേക്കാണിത്, ഗുഞ്ചൂർ ലേക്ക്. ഇത് എക്സാക്ട്ലി വരുന്നത് ഗുഞ്ചൂർ പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിന്ന് ഈ പാർക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ രസമുള്ളൊരു പാർക്കാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വീടിന് തൊട്ടടുത്താണ്, അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പാർക്കും കൂടെയാണ്. അപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ ഈ പരിസര ഭാഗത്തുള്ളവർക്കൊക്കെ അത്യാവശ്യം ഒരു വീക്കെൻഡ് വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 2 കിലോമീറ്ററാണ്. ഒരു കുറച്ച് ഫണ്ണായിട്ട് നടക്കാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഇതേപോലെ ഇവിടേക്കാണെങ്കിൽ ഉപ്പാടുള്ളത് അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്, ഓടാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. അപ്പോൾ ഞാൻ വായി തോന്നിയൊക്കെ പറയും, കാരണം ആദ്യത്തെ വീഡിയോ ആണല്ലോ. ഇത് ഞാൻ കട്ട് ചെയ്യാനും പോകുന്നില്ല, അങ്ങനെ അങ്ങോട്ട് ഇടും. ഇത് കഴിഞ്ഞിട്ട് ഇതാരെങ്കിലും കണ്ടാലല്ലേ രണ്ടാമത്തെ വീഡിയോ മെച്ചപ്പെടുത്തുന്നുള്ളൂ. കണ്ടാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പ്രാക്ടീസാണല്ലോ. ഈ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇത് ശരിയാക്കുന്നതാണ് എൻ്റെ ഒരു വിചാരം, അല്ലേ? ആയിരിക്കും. അപ്പോൾ ഈ ലേക്ക് കെട്ടിയിട്ടിപ്പോൾ ഒരു മാക്സിമം 1.5 വർഷം 2 വർഷമായിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഈ പരിസര ഭാഗത്ത് മാക്സിമം നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക് നടക്കാനും പിടിക്കാനും പറ്റിയ എല്ലാ സെറ്റപ്പുള്ളൊരു പാർക്കാണ്. അത്യാവശ്യം സേഫാണ്. പോലീസുകാർ ഗേറ്റിന് മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബാംഗ്ലൂർ പരിസരത്ത് എവിടെയെങ്കിലുമുള്ള ആൾക്കാരാണെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ് വന്ന് നോക്കുക. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണം. വീഡിയോൻ്റെ മുന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്നും അറിയില്ല. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയണം. എൻ്റെ ഇപ്പോൾ 3 എണ്ണം വരുന്നില്ല, ഇമ്മാര് ഹലോ എന്നൊക്കെ പറയും. ഇമ്മാരുടെ വിചാരം ഞാനെന്തോ മാരക വ്ളോഗർ എന്നാണ്. പറയാൻ കാരണം ഈ ക്യാമറ ഡെലിവറി തരാൻ വന്ന ഒരു ബ്രോ ഉണ്ട്. ബ്രോ വന്നിട്ട് ചോദിക്കുകയാണ്, എന്നോട് ചോദിച്ചു, ബ്രോ വ്ളോഗറാണോ എന്ന്. ഞാൻ പറഞ്ഞു വ്ളോഗറാണ്, വേറെ എന്താ പറയുക അല്ലാന്ന്. ഇത്രയും 10-27,000 രൂപ ക്യാമറയും വാങ്ങിയിട്ട് വ്ളോഗറല്ല, ടൈം പാസിനാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പിന്നെ 3 മിനിറ്റ് ആവണേ ഉള്ളൂ കേട്ടോ. ഇനി 3 മിനിറ്റ് ഈ വീഡിയോ ഉണ്ട്. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ബി വിത്ത് ദ ഫ്ലോ. ഇപ്പം ഞാൻ റെക്കോർഡ് നിർത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറയും, ആദ്യം തൊട്ട് ഞാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ തുടങ്ങില്ല. ഈ ലേക്കിൽ സൺസെറ്റ് സമയത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമാണ് നടക്കാൻ. പ്രത്യേകിച്ച് ഇതിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ ഉള്ളത്. ഇപ്പോൾ വീക്ക് ഡേ ആണെങ്കിൽ ഒരു 6:30 വരെ അത്യാവശ്യം തിരക്കുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാമിലീസ്, ബാച്ചിലേഴ്സ്, അപ്പുറത്തുള്ള ഈ പരിസര അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ വന്ന് നടക്കാനുള്ളൊരു സ്ഥലമാണ്. ഒരു ബ്രിസ്ക് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ആൾക്കാർക്ക് 1 മണിക്കൂർ നല്ല വൃത്തിക്ക് നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വയർക്കുകയും ചെയ്യും. ഭയങ്കര സമാധാനത്തിൽ നടക്കാൻ പറ്റിയൊരു പാർക്കാണ്. എൻ്റെ അമ്മ തൊണ്ടയെ കടഞ്ഞു. എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 3 മിനിറ്റ് 50 സെക്കൻഡ്. ഈ ചങ്ങായി വെറുതെ ഇരിക്കുന്നുണ്ടല്ലേ. ഇടയ്ക്ക് ഞാനും വന്ന് വെറുതെ ഇരിക്കാറുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ഈ വഴിക്ക് വരാറില്ല. ഇടയ്ക്ക് അന്ന് വന്ന് ഈ വീഡിയോ എടുക്കാൻ വന്നതാണ്. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പാർക്ക് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ പിടിക്കും. ഈ വീഡിയോ എനിക്കിങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഫ്ലോ അങ്ങോട്ട് വരുന്നില്ല. കട്ട് ചെയ്ത് എടുത്താൽ മൊത്തത്തിൽ പരിപാടി പാടും. അപ്പോൾ കണ്ടില്ലേ, സൺസെറ്റൊക്കെ വൺ സൺസെറ്റാണ്. മഴ വന്നാൽ ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പോൾ ഈ ക്യാമറയിൽ അവിടെ ഒരു വലിയ മരമൊക്കെ ഉണ്ട്. ആ മരമൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ ക്യാമറയിൽ കാണില്ല എന്നുള്ളൂ. വേനൽക്കാലത്ത് വന്നിട്ട് ഈ വെള്ളമൊക്കെ പോവും. പിള്ളേരിവിടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളിയൊക്കെയാണ് പ്രത്യേകിച്ച് ഈ സ്ഥലത്ത്. ഈ ലേക്കിൽ നിന്നാണ് ഈ പരിസര പ്രദേശങ്ങളിലുള്ള മിക്ക അപ്പാർട്ട്മെൻറ്റിലും വെള്ളം. അപ്പോൾ ഇത് പറ്റിയാൽ ബാക്കിയുള്ളവരൊക്കെ പെടും. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ബാംഗ്ലൂർ അത്യാവശ്യം പ്രശ്നമായിരുന്നു വെള്ളത്തിന്. അപ്പോൾ ഈ ലേക്കൊക്കെ വറ്റിപ്പോയപ്പോൾ അത്യാവശ്യം അപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും വെള്ളമില്ലാത്തൊരു സ്ഥിതി എത്തി. അപ്പോൾ
ഇപ്പോൾ രണ്ടുപേരായിട്ട് ഈ കൊല്ലം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ കൊല്ലം പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് 7 സെക്കൻഡ് ഞാനിതൊന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, വേറെന്താ പറയുമെന്ന്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറയുക. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ മെച്ചപ്പെടുത്തി പൊളി വീഡിയോസ് ഇറക്കാം. ഇതിപ്പോൾ തൽക്കാലം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരു 30 സെക്കൻഡ് കൂടെ പിടിച്ചിരിക്കണം. അപ്പോൾ ഈ ലേക്കിൻ്റെ സ്ഥലം പറഞ്ഞ ഗുഞ്ചൂർ പാളയ. ഒരു വീക്കെൻഡൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈ പരിസര പ്രദേശമുള്ളവർക്കൊക്കെ വന്ന് കണ്ടിട്ട് നടന്നിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. വേറെ വലിയ കുഴപ്പങ്ങളില്ല, സേഫാണ്. അത്യാവശ്യമല്ല, ഭയങ്കര സേഫാണ്. ഒരു പോലീസുകാരുണ്ട്, 2 പോലീസ്, ലേഡി പോലീസുണ്ട്, ഒരു മെയിൽ പോലീസും ഉണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കാണില്ല, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്, അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഓക്കെ ബൈ, റെഡി. അടുത്ത വീഡിയോ മിന്നിക്കും, വോയിസ് ഓവറൊക്കെ പൊളിക്കുമെന്ന് വിശ്വസിക്കുന്നു.